മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 1/12/1992 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അവിട്ടമാണ് നക്ഷത്രം. അവിട്ടം 4-ാം പാദം. കുംഭലഗ്നം. ലഗ്നത്തിൽ ചന്ദ്രൻ, 2-ൽ ഗുളികൻ, 3 ശൂന്യം, 4-ൽ കേതു, 5 ശൂന്യം, 6-ൽ കുജൻ, 7 ശൂന്യം, 8-ൽ വ്യാഴം, 9-ൽ ബുധൻ, 10-ൽ സൂര്യൻ, രാഹു, 11-ൽ ശുക്രൻ, 12-ൽ ശനി. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്പം അധികം ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹസ്ഥിതിയാണത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നത്. എന്തുകൊണ്ടെന്നാൽ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മനസ്സിൻ്റെയും മാതാവിൻ്റെയും ദേഹസുഖത്തിൻ്റെയും ഒക്കെ കാരകനായിട്ടുള്ള ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രന് ഏതെങ്കിലും രീതിയിൽ രാഹു, കേതു, ശനി, ഗുളികൻ പോലെയുള്ള അവസ്ഥകളുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ നല്ലതല്ല എന്ന്. ഇവിടെ ലഗ്നത്തിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു. ശനി ലഗ്നം, ലഗ്നത്തിൽ തന്നെ ചന്ദ്രൻ, ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയുണ്ട്. നല്ലതല്ല, ഒട്ടും നല്ലതല്ല, വളരെ മോശമാണ്. അതായത് മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിരിമുറുക്കങ്ങൾ ബാധിക്കുന്ന ടെൻഷൻ, കൺഫ്യൂഷൻ, ഡിപ്രഷൻ, അതിൽ തന്നെ ഡീപ്പ് സ്റ്റേജ് ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഡെഡ്ലി കോമ്പിനേഷൻ തന്നെയാണ് ചന്ദ്രൻ ഗുളികൻ ബന്ധമെന്ന് പറയുന്നത്. ഉപരി ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, 5-ാം ഭാവാധിപൻ ബുധൻ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. നല്ലതാണ്. പക്ഷേ അവിടേക്ക് രോഗസ്ഥാനമായിട്ടുള്ള 6-ൽ നിൽക്കുന്ന കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. കുജൻ ബുധൻ ശത്രുക്കളാണ്. അപ്പോൾ നീചനായിട്ടുള്ള കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി ശത്രുവായിട്ടുള്ള ബുധനിലേക്ക്, പ്രത്യേകിച്ചും 5-ാം ഭാവാധിപൻ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് വരുന്നത് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ക്ലേശങ്ങൾ ബാധിക്കാനുള്ള, ബുദ്ധിമുട്ടുകൾ ബാധിക്കാനുള്ള, ടെൻഷൻ, ഡിപ്രഷൻ, ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥ. അവിടെ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ പരമാവധി നെഗറ്റീവ്സ് ഉണ്ടാക്കുകയും ചെയ്യും. കാരണം മനസ്സിൻ്റെ കാരക ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്കോ അല്ലെങ്കിൽ 5-ലേക്കോ ഒന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവിടെ വരുന്നുമില്ല. ലഗ്നാധിപനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ലഗ്നാധിപൻ 12-ലാണ്. ശനിയുടെ തന്നെ ക്ഷേത്രത്തിൽ മകരത്തിൽ നിൽക്കുന്നു. എന്നിരുന്നാൽ തന്നെ 12-ൽ നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം നഷ്ടസ്ഥാനമാണ് 12. എന്നാലും അവിടേക്ക് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്കോ ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനത്തിലേക്കോ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ 5-ാം ഭാവാധിപനിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നില്ല. ഉപരി 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 9-ൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവിടേക്ക് കുജൻ്റെ നീചമായിട്ടുള്ള ദൃഷ്ടി ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഉപരി രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി, ഉപരി ലഗ്നാധിപനായിട്ടുള്ള ശനിയുടെ 10-ാമത്തെ ദൃഷ്ടി. അപ്പോൾ അവിടെ രാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്, ശനിയുടെ സാന്നിധ്യമുണ്ട്, കുജൻ്റെ സാന്നിധ്യവും ഉണ്ട്. അത് ശനിയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ 10-ാം ദൃഷ്ടി വരുന്നത് തുലാത്തിൽ ശനി ഉച്ചനാണ്, നല്ലതാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പുറം നിൽക്കുന്ന കുജൻ രാഹു നല്ലതല്ല, ഒട്ടും നല്ലതല്ല. ആ ശനിയെ കൂടെ നെഗറ്റീവാക്കും. ഇത് വളരെ ശ്രദ്ധിക്കണം. മനസ്സെപ്പോഴും കലുഷിതമായിരിക്കും. എന്ന് വെച്ചാൽ കയ്യിൽ ഉണ്ടാവില്ല പലപ്പോഴും മനസ്സ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ, ഒന്നും മുന്നോട്ട് ചിന്തിക്കാൻ പറ്റാത്ത, പ്രവർത്തിക്കാൻ പറ്റാത്ത, വളരെ നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവെ കണ്ടുവരാറുണ്ട്. 5-ാം ഭാവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5-ൽ ഗുളികനൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്, 5-ൽ ശനി നിൽക്കുന്ന ആളുകളുണ്ട്, 5-ൽ രാഹുവൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ പെടുന്ന ഗ്രഹനിലകളാണ് ഇതെല്ലാം തന്നെ. അല്ലെങ്കിൽ കൃത്യമായിട്ട്
ഗംഭീരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ 5ലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ഗുളികൻ്റെ ദോഷത്തെ പോലും ഒരു പരിധിവരെ തടുത്തു നിർത്താൻ കഴിയുകയും ചെയ്യും. പക്ഷേ ഇവിടെ അതൊന്നും തന്നെ ഇല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപൻ 12-ലാണെന്ന് പറഞ്ഞു. ഇത്തരം വ്യക്തികൾക്ക് പൊതുവെ ഉയർച്ച എന്ന് പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ, ഉയർച്ച എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരല്പം സ്ലോ പ്രോസസ്സിലായിരിക്കും നടക്കുക. അതേത് ഗ്രഹമാണെങ്കിലും 12-ൽ നിന്ന് കഴിഞ്ഞാൽ ഉയർച്ചയ്ക്ക് ഒരല്പം ക്ഷാമം നേരിടും. ഇത് ശനി ആയതുകൊണ്ട്, പണ്ടേ ദുർബല കൂട്ടത്തിൽ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ശനി പൊതുവേ മന്ദനാണ്, പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അത് 12-ൽ തന്നെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ രണ്ട് കാര്യങ്ങളും എന്ന് വെച്ചാൽ ലഗ്നത്തെ കൊണ്ടും 12 കൊണ്ടും എന്ന് പറയുന്നൊരവസ്ഥ കൊണ്ട് ഡിലേ, സ്ലോ പ്രോസസ്സിൽ കാര്യങ്ങൾ പോകുന്ന അവസ്ഥ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വേഗതയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്ന, തട്ടി നിൽക്കുന്ന അവസ്ഥ. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന് നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിനനുസരിച്ച് മനസ്സ് ഡിപ്രസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും, കലുഷിതമായിക്കൊണ്ടേയിരിക്കും. ചന്ദ്രൻ, ഗുളികൻ കോമ്പിനേഷൻ അവിടെ ഉണ്ട്. 5-ാം ഭാവാധിപൻ്റെ അവസ്ഥ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്ത് കാര്യം വന്നാൽ തന്നെ മനസ്സിനെയാണ് ആദ്യം പിടിക്കുക. ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആരെ കാണണം എന്ന് പറയുന്ന ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരവസ്ഥ മനസ്സിനെ എപ്പോഴും ബാധിക്കാം. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് കുജൻ നീചനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദ്യം ആ നീച അനുഭവങ്ങൾക്ക് ശേഷം മാത്രമേ അത് കയ്യിലേക്ക് എത്തുകയുള്ളൂ. 10-ൽ സൂര്യനുണ്ട്, രാഹു ഉണ്ട്. 10-ൽ സൂര്യൻ, രാഹു ഒരർത്ഥത്തിൽ നല്ലതും മറ്റൊരർത്ഥത്തിൽ മോശവുമാണ്. നല്ലത് ഏതർത്ഥത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ രാഹു കോമ്പിനേഷൻ നിൽക്കുന്ന ആളുകൾ ജോലി സംബന്ധമായിട്ട് ഉയരും. മറ്റു നാടുകളുമായി ബന്ധപ്പെട്ടോ വിദേശങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ജോലി ചെയ്താൽ ഗുണം കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ 10-ാം ഭാവാധിപൻ നീചനായതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുകളും ഒരല്പം സഹിക്കാനുള്ള മാനസികാവസ്ഥയും കാണിപ്പിച്ച ശേഷം മാത്രമാണ് ആ വ്യക്തിയിലേക്ക് എത്തുക. അതിലേക്ക് വേഗത കൂട്ടിയെത്താനായി വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്കും ഇല്ല, 10-ാം ഭാവാധിപനിലേക്കും ഇല്ല, 10-ലേക്കും ഇല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് ഭാവിയിൽ ഗുണമുണ്ടാവുകയും ചെയ്യും. ഒരല്പം ബുദ്ധിമുട്ടി, എഫേർട്ടിട്ട്, മുഷിഞ്ഞ് അലഞ്ഞ ശേഷമായിരിക്കും അത് നേട്ടമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെയാണ് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ഇവിടെ. സൂര്യൻ 10-ൽ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരവസ്ഥ ഇവിടെയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. എന്ന് വെച്ചാൽ ഈഗോ ക്ലാഷസ് ഉള്ള പാർട്ട്ണറെ ലഭിക്കാൻ ഉള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ശനി ലഗ്നമാണ്, ചിങ്ങ ലഗ്നത്തിലുള്ള ആളുകളെന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ശത്രുക്കളുടെ ഒരു സംയോഗമായിട്ടത് മാറും. അതിനെ താങ്ങാനുള്ള ഒരു കേപ്പബിലിറ്റി, ശേഷി ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഇല്ലാതാനും. അപ്പം ചേർക്കാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ, സങ്കല്പങ്ങളിലുള്ള ഒരാളല്ല വരുന്നത് എങ്കിൽ അത് ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കാം, അന്തഛിദ്രങ്ങളിലേക്ക് നയിക്കാം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മനസ്സിനെ ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ എപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 5-ാം ഭാവാധിപൻ ബുധൻ, അവിടേക്ക് നീചനായി നിൽക്കുന്ന കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി, രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി, ശനിയുടെ 10-ാമത്തെ ദൃഷ്ടി. ശനിയുടെ 10-ാമത്തെ ദൃഷ്ടി അത് പോസിറ്റീവായിട്ട് എടുക്കാമെങ്കിലും അത് രാഹുവിൻ്റെയും കുജൻ്റെയും മധ്യത്തിലായതുകൊണ്ട് അതിനെയും അത് നെഗറ്റീവായി തന്നെ ബാധിക്കാം. അതങ്ങനെ തന്നെ ബാധിച്ചിട്ടുമുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണ്. കൃത്യമായി പരിഹാരങ്ങളെടുത്ത് ചിട്ടയോടുകൂടി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ടെൻഷൻസിൻ്റെ പേഴ്സൻറ്റേജിനെ കുത്തനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള സാധ്യതകളുടെ പേഴ്സൻറ്റേജിനെ കൂട്ടാനും സാധിക്കും. ഇതാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ 100-ൽ 100% ഈ നീചനായി നിൽക്കുന്ന കുജൻ അപ്പുറത്തോ ഇപ്പുറത്തോ പോകുമെന്നൊന്നും അതിനർത്ഥമില്ല. അതിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള വഴികൾ കാണാനുള്ള ശേഷി നമുക്ക് സ്വയം ആർജിക്കാൻ കഴിയും. ഇതാണ് പരിഹാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. ചിട്ടവട്ടപ്രകാരം തന്നെ പരിഹാരം എടുത്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചൊവ്വദശയിൽ അവിട്ടമാണ് നക്ഷത്രം. കുജദശ അഥവാ ചൊവ്വദശയിൽ ജനിച്ചു 93 വരെ കുജൻ, അതിനുശേഷം 18 കൊല്ലം രാഹു, അതിനുശേഷം 2020
7 വരെ ഗുരു, അതിനുശേഷം ശനി 2046 വരെ, ശേഷം ബുധൻ 17 കൊല്ലം 2063 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഗുരുവിൽ രാഹുവിൻ്റെ അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത്. 29/5/2025 തൊട്ട് 22/10/2027 വരെ വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരം. വ്യാഴം 8-ൽ നിൽക്കുന്നു, ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ, നല്ലതല്ല. രാഹു പൊതുവേ മായാവിദ്യകൾ ഉള്ള ഛായാഗ്രഹമാണ് രാഹു. ഇല്യൂഷൻസ് ആണ്. ശരി എന്ന് തോന്നുന്നതിനെ തെറ്റിക്കുകയും തെറ്റ് എന്ന് തോന്നുന്നതിനെ ശരിയാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ രാഹുവിൻ്റെ അപഹാരം രാഹുദശയുള്ള ആളുകൾക്ക് ധാരാളമായിട്ട് അറിയാൻ സാധിക്കും. നടക്കുമെന്ന് വിചാരിക്കുന്ന ഉറപ്പുള്ള കാര്യം നടക്കില്ല, നടക്കുകയില്ല എന്ന് വിചാരിക്കുന്ന കാര്യം ചിലപ്പോൾ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം നടക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും. അതാണ് രാഹുവിൻ്റെ പവർ. ഇല്യൂഷൻസ് ആണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥ തന്നെയാണ് രാഹു എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവുകൾ, അബദ്ധങ്ങൾ പറ്റുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, പ്രത്യേകിച്ചും 5-ാം ഭാവാധിപനിലേക്ക് 12-ാം ദൃഷ്ടി നടത്തുന്ന രാഹുവാണ്, മനസ്സിനെ പിടിക്കും. അത് വളരെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ കൃത്യമായും ശ്രദ്ധയോടെയും ശ്രദ്ധിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.